بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. അക്കബത്തുൽ ബവാഇസ്, പ്രേരണകളുടെ അക്കബ, അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമലിലേക്കും പാപത്തിൽ നിന്നും മുക്തമാകുന്നതിലേക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അവൻ്റെ ബോധമായി മാറുന്നതിന് 2-3 അസലുകൾ ചിന്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒന്നാമത്തെ അസല് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഖൗഫിനെയും റജായിനെയും സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകൾ, അതിനെ ഓർക്കണം. രണ്ടാമത്തെ അസല് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ, റജാ, അതായത് അള്ളാഹുവിനെ അനുസരിച്ചവരോടും അള്ളാഹുവിനെ ധിക്കരിച്ചവരോടുമുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ, അതിനെ സംബന്ധിക്കുന്ന ചരിത്രങ്ങളും നബിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പടച്ചതമ്പുരാൻ്റെ അവൻ്റെ സിയാസത്ത് എപ്രകാരമാണ് നമ്മിൽ നടപ്പിലാക്കുക, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ അസുലാണ് വഅമ്മൽ അസ്ലു സാലിസു. അപ്പോൾ മൂന്നാമത്തെ അസുലാകുന്നത് ഫീ ദിക്രി മാ വഅദ ഔ ഔഅദ വ ഔഅദ ഫിൽ മആദി. ഫീ ദിക്രി മാ വഅദ, അവൻ വാഗ്ദാനം ചെയ്ത ഒന്നിൻ്റെ ദിക്റിലാണ്, അവൻ വാഗ്ദാനം ചെയ്ത ഒന്നിനെ സ്മരിക്കുന്നതിലാണ്. വ ഔഅദ, അവൻ മുന്നറിയിപ്പ് നൽകിയ ഒന്നിനെയും. ഫിൽ മആദി, പാരത്രിക ലോകത്ത്. പാരത്രിക ലോകത്ത് അഥവാ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞതിന് ശേഷം അവനക്ക് വിട പറയുന്നതിനോട് കൂടെ തന്നെ അവന് അള്ളാഹു വാഗ്ദാനം ചെയ്തതും അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകിയതുമായ കാര്യങ്ങളെ ഓർക്കുന്നതിലാണ്. അതാണ് മൂന്നാമത്തെ അസ്ലി. ഫൽ നദ്കുർ ഫീ ദാലിക, ഈ വിഷയത്തിൽ നാം പറയാം അൽ അഹ്വാൽ അൽ ഖംസത, 5 അവസ്ഥകളെ. അൽ മൗത വൽ ഖബ്റ വൽ ഖിയാമത വൽ ജന്നത വൻ നാറ. ഈ 5 അവസ്ഥകളെ. അൽ മൗത്തു എന്നും വായിക്കാം, അൽ ഖംസത്ത എന്നതിൽ നിന്നും ബദലായിട്ടാണ് അൽ മൗത്ത വൽ ഖബറ എന്ന് വായിച്ചത്. മഹ്ദൂഫായ മൗത്തയുടെ ഖബറായിട്ട് അവകൾ, വഹിയ അവകൾ, അൽ മൗത്തു വൽ ഖബ്റു വൽ ഖിയാമത്തു വൽ ജന്നത്തു വൻ നാറു വമാ ഫീ കുല്ലി മഖാമിൻ മിൻഹാ, ഒന്നും, ഫീ കുല്ലി മഖാമിൻ മിൻഹ, ഇവകൾപ്പെട്ട ഓരോ മഖാമിലുമുള്ള ഒന്നും, മിനൽ ഖതറിൽ അദീം, ഭയാനകമായ കാര്യങ്ങളാൽ, അദീമായ ഖത്തറിനാൽ, അപകടം, അദീമായ ഭയാനകമായ അപകടത്തിനാൽ, ലിൽ മുത്തീഇന, ഭയാനകമായ കാര്യങ്ങൾ, മഹത്വമായ കാര്യങ്ങൾ എന്നും പറയാം. ലിൽ മുത്തീഇന, മുത്തീഇകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മുത്തീഇകൾക്ക് വെച്ചിരിക്കുന്ന മഹത്വമായ കാര്യങ്ങളാൽ, വൽ ആസീന, പാപികൾക്കുള്ള ഭയാനകമായ അപകടങ്ങളാൽ, വൽ മുഖസ്സിരീന, വീഴ്ച വരുത്തിയവർക്കുള്ള ഭയാനകമായ അപകടം, വൽ മുജ്തഹിദീന, ഇബാദത്തിൽ പരിശ്രമിക്കുന്നവർക്കുള്ള ഉന്നതമായ മഹത്വമായ സവാബ്, ഇതിനെപ്പറ്റി നമുക്ക് പറയാം. അമ്മൽ മൗത്ത്, അപ്പം മരണം, ഫഅദ്കുറു ഫീഹി, ആ മരണ വിഷയത്തിൽ ഞാൻ പറയാം ഹാല റജുലൈനി, 2 ആളുടെ അവസ്ഥയെ. 2 ചരിത്രം ആദ്യം പറയുന്നത്. അഹദുഹുമ, 2-ൽ-1, മാ റുവിയ അൻ ഇബ്നി ശുബ്റുമത, ഇബ്നു ശുബ്റുമ റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ്. അന്നഹു ഖാല, നിശ്ചയമായും അദ്ദേഹം പറഞ്ഞു, ദഖൽതു മഅ ശഅബി, ഞാൻ ഇമാം ശഅബിയോടൊപ്പം പ്രവേശിച്ചു, അലാ മരീദിൻ, ഒരു രോഗിയുടെ അടുക്കൽ. ഇമാം ശഅബി, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ ഫിഖ്ഹിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട, ഇൽമിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട, അങ്ങനെ ഇമാം അബൂ ഹനീഫയായി ലോകത്ത് അറിയപ്പെടുന്നതിന് കാരണക്കാരിൽപ്പെട്ട ഒരു കാരണക്കാരനാണ് ഇമാം ശഅബി. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ പ്രവേശിച്ചു എന്ന് പറയാൻ, അലാ മരീദിൻ, ഒരു രോഗിയുടെ അടുക്കൽ, നഊദുഹു, ആ രോഗിയെ ഞങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പ്രവേശിച്ചു. വഹുവ ബിമാ ഫിഹി, വഹു, അദ്ദേഹം, ബിമാ 1-ലാണ്, ഞങ്ങൾക്ക് 1 ബിഹി, അതിലാണ് അദ്ദേഹം, അതായത് മരണവക്തരത്തിലാണെന്നർത്ഥം, മരണത്തിന്റെ അവസ്ഥയിലാണ്. വഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ട്, റജുലുൻ, ഒരു മനുഷ്യൻ, റജുലുൻ ആഖിറു, ഒരാള്,
യുലഖിനുഹു, ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്നുള്ള പരിശുദ്ധ വചനം അയാൾക്ക് ഈ രോഗത്തിൽ കിടക്കുന്ന വ്യക്തിക്ക്, അടുത്ത് നിൽക്കുന്ന വ്യക്തി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫഖാല ലഹു ശഅബിയു, ഈ പറഞ്ഞു കൊടുക്കുന്ന ആളോട് ഇമാം ശഅബി പറഞ്ഞു, ഉർഫുഖ് ബിഹി, അയാളോട് അല്പം മയം കാണിക്ക്, കടുപ്പത്തിൽ പറയേണ്ട, അല്പം മയത്തിൽ പറയും, രോഗിയാണല്ലോ, അവസരവുമാണല്ലോ. അപ്പൊ ഫതകല്ലമൽ മരീദു, ആ രോഗി സംസാരിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇൻ തുലഖിന്നി ഔ ലം തുലഖിന്നി ഫഇന്നി ലാ അദഉഹാ. ഇൻ തുലഖിന്നി, താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും, ഔലം തുലഖിന്നി, അല്ലെങ്കിൽ പറഞ്ഞു തന്നില്ലെങ്കിലും, ഫഇന്നി, ഞാൻ ലാ അദഉഹാ, ആ കലിമത്തിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, ആ പരിശുദ്ധ കലിമയെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, താങ്കൾ പറഞ്ഞു തരണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. സുമ്മ ഖറഅ, പിന്നീട് അദ്ദേഹം ഓതി, ലിമിസ്ലിഹ വഅൽസമഹും കലിമത്തത് തഖ്വ വകാനൂ അഹഖ ബിഹാ വഅഹ്ലഹാ. വഅൽസമഹും, അല്ലാഹു തആല അവർക്ക് ഉറപ്പിച്ചു, കലിമത്തത് തഖ്വ, തഖ്വയുടെ കലിമത്തിനെ അള്ളാഹു അവരിൽ ഉറപ്പിച്ചു, നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു കലിമത്തത് തഖ്വയെ. അല്ലാഹുമ്മ അൽസിംനാ കലിമത്തത് തഖ്വ, അല്ലാഹുമ്മ അൽസിംനാ കലിമത്തത് തഖ്വ, അല്ലാഹുമ്മ അൽസിംനാ കലിമത്തത് തഖ്വ ബിമഹദി ഫളിക വജൂദിക വകറമിക യാ അക്രമൽ അക്രമീന വയാ അർഹമർ റാഹിമീൻ വബിജാഹി സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാനു അഹഖ ബിഹാ വഅഹ്ലഹ, അവരായിരുന്നു ആ കലിമത്ത് കൊണ്ട് അഹക്കായിരുന്നു, ഏറ്റവും അർഹരായിരുന്നു, വഅഹ്ലഹ, അതിന്റെ ആൾക്കാരുമായിരുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹ, അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹ, അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹ ബിഹഖി നബിയ്യിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ ഫഖാല ശഅബി, രോഗി ഇങ്ങനെ ധൈര്യമായി പറഞ്ഞപ്പോ ഇമാം ശഅബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ നജ്ജാ സാഹിബന, അൽഹംദുലില്ലാഹ് അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, നജ്ജ, അവൻ രക്ഷപ്പെടുത്തി, സാഹിബന, നമ്മുടെ സാഹിബിനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതി. നമ്മളെയും അള്ളാഹു മരണാപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. വൽ ആഖിറു, മറ്റൊന്ന്, രണ്ടുപേരുടെ കാര്യമല്ല, മറ്റൊന്ന്, മാ ഹുക്കിയ, ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്, അന്ന തിൽമീദൻ ലി ഫുളൈൽ ബിൻ അയാദിൻ, ഫുളൈൽ ബിൻ അയാദ് റഹിമഹുള്ളയുടെ ഒരു തിൽമീദ്, ഒരു മുരീദ്, ഹളറത്തുഹുൽ വഫാത്തു, അയാൾക്ക് മരണം ആസന്നമായി. ഫുളൈൽ ബിൻ അയാദ് റളിയല്ലാഹു അൻഹുവിന് ഒരു മരണത്തിന്റെ ശിഷ്യന് മരണമാസന്നമായി. അങ്ങനെ ഫദഖല അലൈഹി, അദ്ദേഹത്തിനടുക്കൽ പ്രവേശിച്ചു. അൽ ഫുളൈൽ, ഇമാം മഹാനായ ഷെയ്ഖ് ഫുളൈൽ റളിയല്ലാഹു അൻഹു. വജലസ ഇൻദ റഅസിഹി, ആ രോഗിയുടെ തലയുടെ അടുക്കൽ ഇരുന്നു. വഖറഅ, എന്നിട്ട് അദ്ദേഹം ഓതി സൂറത്ത് യാസീൻ ഓതി. ഫഖാല, അപ്പൊ അയാൾ വിളിച്ചു പറഞ്ഞു, യാ ഉസ്താദ്, ഉസ്താദേ, ലാ തഖറഅ ഹാദാ, അതിനെ താങ്കൾ ഓതല്ലേ, സൂറത്ത് യാസീൻ എന്റെ മുമ്പിൽ ഇരുന്ന് ഓതല്ലേ. ഫസക്കത്ത, അപ്പൊ അദ്ദേഹം നിശബ്ദനായി. സുമ്മ, പിന്നീട് ലഖനഹു, അയാൾക്ക് ഫുളൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു, അദ്ദേഹത്തിനോട് അദ്ദേഹം, ഈ ഫുളൈൽ പറഞ്ഞു, ഖുൽ, നീ പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയും. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ അഖൂലുഹ, ഞാൻ അതിനെ പറയുകയില്ല, ലി അന്നി, ഞാൻ മിൻഹ, ആ കലിമയിൽ നിന്നും ബരീൻ, ഒഴിവായവനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, പടച്ചോമ്പുരാൻ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വമാത അലാ ദാലിക, ആ അവസ്ഥയിൽ അയാൾ മരിച്ചു. ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന്റെ മുരീദാണ്. ഫദഖലൽ ഫുളൈലു, അപ്പൊ ഫുളൈൽ പ്രവേശിച്ചു, വിഷണ്ണനായി, വിഷമിച്ച്, മൻസിലഹു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. വജഅല യബ്കി, അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി. 40 യൗമൻ, 40 ദിവസം. ലം യഖ്റുജ് മിൻ ബൈനൽ ബൈത്തി, വീട്ടിൽ നിന്ന് അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങിയില്ല. സുമ്മ, പിന്നീട് റആഹു, ഫുളൈൽ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കണ്ടു, ഫിന്നോമി, ഉറക്കത്തിൽ, സ്വപ്നത്തിൽ കണ്ടു. വഹുവ, ഏതവസ്ഥയിൽ അദ്ദേഹം, യുസ്ഹബു, അദ്ദേഹത്തിനെ വലിച്ചിഴക്കപ്പെടുന്നു, ഇലാ ജഹന്നമ, ജഹന്നമിലേക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫഖാല, അപ്പൊ ഫുളൈൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അയ്യി ഷൈഇൻ, എന്ത് കാര്യം കൊണ്ടാണ്, നസഅല്ലാഹു, അല്ലാഹു തആല ഊരിയെടുത്താൽ, മാരിഫത്ത, മാരിഫി, അവന്റെ പ്രത്യേകമായ മാരിഫത്തിന്റെ മിങ്ക, നിന്നിൽ നിന്നും. കുന്ത, നീ ആയിരുന്നല്ലോ, അഅലമ തലാമിദത്തി, എന്റെ തലാമീദുകളിൽ ഏറ്റവും അഅലമായിരുന്നല്ലോ, നിനക്ക് എന്ത് പറ്റി? ഫഖാല, അപ്പോഴേ ആ മനുഷ്യൻ പറഞ്ഞു, ബി സലാസത്തി അശ്യാ, 3 കാര്യങ്ങളെ കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. അവ്വലു, അവകളിൽ ഒന്നാമത്തേത്,
ബിൻ നമീമത്തി ഏഷണി പറയൽ കൊണ്ട്. ഫൈനിശ്ചയമായി ഞാൻ കുൽത്തു ഞാൻ പറയുമായിരുന്നു ലി അസ്ഹാബി എൻ്റെ കൂട്ടുകാരോട് ബിഖിലാഫി മാ കുൽത്തു ലക്ക താങ്കളോട് ഞാൻ പറഞ്ഞതിൻ്റെ എതിര് എൻ്റെ അസ്ഹാബിനോട് ഞാൻ പറയുമായിരുന്നു. താങ്കളോട് പറയും, അതിൻ്റെ നേരെ എതിരാണ് എൻ്റെ അസ്ഹാബിനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയും, ഉസ്താദായ അങ്ങയോട് വേറൊന്ന് പറയും. ഈ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വസാനി രണ്ടാമത്തെ കാര്യം ബിൽ ഹസദി അസൂയ കൊണ്ടാണ്. ഹസത്തു അസ്ഹാബി എൻ്റെ കൂട്ടുകാരോട് ഞാൻ അസൂയ വെച്ചു. വസാലിസു മൂന്നാമത്തേത് കാന ബി ഇല്ലത്തുൻ എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ഫജീതു ഇല തബീബി ഞാൻ ചികിത്സകന്റെ അടുക്കലേക്ക്, വൈദ്യന്റെ അടുക്കലേക്ക്, ഡോക്ടറിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഫസഅൽതുഹു ഞാൻ അയാളോട് ചോദിച്ചു, അൻഹാ ഈ രോഗത്തെക്കുറിച്ച് എന്താണ് ചികിത്സ വേണ്ടത്? ഫഖാല അപ്പോഴാ വൈദ്യം പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു, തശ്റബു ഫീ കുല്ലി സനത്തിൻ ഓരോ വർഷവും നീ കുടിക്കണം, ഖദഹം മിൻ ഖംറിൻ ഒരു കോപ്പ കള്ളു കുടിക്കണം, മദ്യം നീ സേവിക്കണം. ഫൈലം തഫ്അൽ നീ ഇത് ചെയ്തില്ലെങ്കിൽ തബ്ഖാ ബിക്കൽ ഇല്ലത്തു നിന്നിൽ ഈ രോഗം ശേഷിക്കും, മാറത്തില്ല. അങ്ങനെ ഫകുന്തു അശ്റബുഹു ഞാൻ അതിനെ കുടിക്കുമായിരുന്നു. നഊദു ബില്ലാഹി മിൻ സഖതിഹി അല്ലദീ ലാ താഖത ലനാ ബിഹി നഊദു ബില്ലാഹി മിൻ സഖതിഹി അല്ലദീ ലാ താഖത ലനാ ബിഹി അല്ലാഹുമ്മ അഇദ്നാ മിൻ സഖതിക അല്ലദീ ലാ താഖത ലനാ ബിഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുമ്മ പിന്നീട് അദ്കുറു ഞാൻ പറയാം ഹാല റജുലൈനി ആഖറൈനി വേറെ രണ്ട് ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം, അവരുടെ അവസ്ഥയെ. അഹദും അതിൽ ഒരാള് ഒരു സംഭവമാണ്. ഹുക്കിയ അതിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അൻ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റഹിമഹുല്ലാ മഹാനായ ഇമാം അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റഹ്മത്തുള്ളാഹിയെ തൊട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്, ഉസ്താദാണ്. ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക്. ഹദീസിലെ അഗ്രഗണ്യനാണ്. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന് അറിയപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അതിൽ അഗ്രഗണ്യനാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ലാ, ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യൻ. അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞാൽ പിന്നെ ഹദീസ് പണ്ഡിതന്മാരുടെ ഇടയിൽ സംശയത്തിന് അവകാശമില്ല. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മഹാനാണ്. അദ്ദേഹത്തിന് തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം റഹിമഹുല്ലാഹു തആല അന്നഹു ലമ്മ ഹ്തുദിറ അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ നളറ ഇല സമായി ആകാശഭാഗത്തിലേക്ക് അദ്ദേഹം നോക്കി. ഫളഹിക എന്നിട്ട് അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ ലിമിസ്ലി ഹാദാ ഞാൻ ഇപ്പൊ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തിൽ പോലുള്ളതിന് വേണ്ടി ഫൽയഅമലിൽ ആമിലൂൻ അമൽ ചെയ്യുന്നവർ അമൽ ചെയ്യട്ടെ. ഞാൻ ഇപ്പൊ കാണുന്ന ഈ ഉന്നതമായ അവസ്ഥയ്ക്ക് വേണ്ടി അമൽ ചെയ്യുന്നവർ അമൽ ചെയ്യട്ടെ. ഈ ആയത്ത് അദ്ദേഹം ഓതിയിട്ട് വഫാത്തായി. അള്ളാഹു നമുക്കും അത്തരം നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസമിഅതു ഞാൻ കേട്ടു ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി ഞാൻ കേട്ടു യഹ്കി അദ്ദേഹം ഉദ്ധരിക്കുന്നതായിട്ട് അനിൽ ഉസ്താദി അബീബക്കറിൻ റഹ്മത്തുള്ളാ ഉസ്താദ് അബൂബക്കർ ബഗ്ദാദിയെ തൊട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നതായിട്ട് അന്നഹു കാല അദ്ദേഹം ഉസ്താദ് പറയുന്നു, കാനലി എനിക്കുണ്ടായിരുന്നു സാഹിബിൻ ഒരു കൂട്ടുകാരൻ അയ്യാമ തഅലീമി ഇൽമു പഠിപ്പിക്കുന്ന ആ അവസ്ഥയിൽ എൻ്റെ തഅലീമിന്റെ അവസരത്തിൽ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. വകാന അദ്ദേഹമായിരുന്നു മുബ്തദി ആയിരുന്നു എന്ന് പറഞ്ഞാൽ തുടക്കക്കാരനായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. കസീറൽ ജുഹുദി ഫി തഅല്ലുമി ഇൽമു പഠിക്കുന്നതിൽ അങ്ങേയറ്റത്തെ ജുഹുദ് പരിശ്രമം നടത്തുന്നയാളായിരുന്നു. തഖിയ്യായിരുന്നു. മുതഅബ്ബിദൻ ഇബാദത്ത് ധാരാളം ചെയ്യുന്നയാളായിരുന്നു. വകാന അദ്ദേഹമായിരുന്നു ലാ യഹ്സുലു ലഹു അദ്ദേഹത്തിന് കരസ്ഥമാകുമായിരുന്നില്ല മഹൽ ഇജ്തിഹാദി ഇങ്ങനെയെല്ലാം പരിശ്രമിക്കുന്നതോടുകൂടെ ഇല്ലൽ ഖലീലു ഇൽമിന്റെ അല്പം അല്ലാതെ. ഫകുന്ന ഞങ്ങളായിരുന്നു നതഅജ്ജബു മിൻ ഹാലിഹി അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയെ സംബന്ധിച്ച് ഞങ്ങൾ അത്ഭുതപ്പെടുമായിരുന്നു. ഫമരിള അങ്ങനെ അദ്ദേഹം രോഗിയായി. ഫലസിമ മക്കാനഹു അദ്ദേഹം തന്റെ മക്കാനിനെ നിർബന്ധമാക്കി. ബൈനൽ ഔലിയായി ഔലിയാക്കളുടെ ഇടയിൽ ഫിർ റിബാത്തിൽ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോകാനൊന്നും അല്ലെങ്കിൽ രോഗിയെ കൊണ്ട് ഈ കിടത്തുന്ന സ്ഥലത്തേക്ക് പോകാനൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഔലിയാക്കളുടെ ഇടയിൽ റിബാത്തിൽ ഖാൻകാഹ് എന്ന് പറയും, അവിടെ തന്നെ അദ്ദേഹം കഴിച്ചുകൂട്ടി. ഫലം യദ്ഖുൽ അദ്ദേഹം പ്രവേശിച്ചില്ല ഇലാ ബൈത്തുൽ മർള
രോഗികളെ താമസിപ്പിക്കുന്ന ഭവനത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചില്ല. അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, ആസ്പത്രി പോലെ രോഗികളെ താമസിപ്പിക്കുന്ന സ്ഥലം. വക്കാൻ അദ്ദേഹമായിരുന്നു യജിത്തഹിദു, അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു മറലിഹി, അദ്ദേഹത്തിന്റെ രോഗത്തോടു കൂടെ. അങ്ങനെ ഫസ്തദ്ദ ബിഹിൽ ഹാലു, അദ്ദേഹത്തിന്റെ അവസ്ഥ കഠിനമായി. വാന ഞാൻ ഇലാ ജാനിബിഹി, അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്, അദ്ദേഹത്തിന്റെ പാർശ്വഭാഗത്ത് ഞാനുണ്ട്. ഫബൈനമാഹുവ കദാലിക, അങ്ങനെ ആയിരിക്കെ, അദ്ദേഹം അങ്ങനെ ആയിരിക്കെ, ഇത് ഷഹസ ബി ബസരിഹി, അദ്ദേഹം തന്റെ കണ്ണുകൊണ്ട് ഉയർത്തി നോക്കി ഇലസ്സമായ, ആകാശഭാഗത്തേക്ക്. സുമ്മ കാലലി, എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇബ്നു ഫൂറക്കെ ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ എന്ന് പറഞ്ഞു. ഇബ്നു ഫൂറക്ക് എന്നാണ് ഈ ഉസ്താദ്, അബൂബക്കർ ബിൻ ഫൂറക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഞാൻ ഈ ദർശിക്കുന്ന അനുഗ്രഹം പോലുള്ളതിന് വേണ്ടി ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പരിശ്രമിച്ചോട്ടെ. വതൂഫിയ ഇൻദ ദാലിക, ആ അവസരത്തിൽ അദ്ദേഹം വഫാത്തായി. റഹിമഹുല്ലാ, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പോലെ നമുക്കും നല്ല അന്ത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് സംഭവം അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ തന്നെ രണ്ട് സംഭവം പറഞ്ഞു ഒരു വിഷയത്തിൽ. ഇനി വീണ്ടും അമ്മൽ ആഖറു, മറ്റേ സംഭവം, മോശമായ സംഭവം, ഫനഹവു മാ റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലുള്ള ഒരു സംഭവമാണ്. അൻ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ, മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹിയെ തൊട്ട്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ ഔലിയാക്കളിൽ പ്രധാനിയാണ്, താബീങ്ങളിൽപ്പെട്ട ആളാണ്, മഹാനാണ്. അദ്ദേഹം വലിയ സൂഫി വര്യനാണ്. അല്ലാഹു തആല ലൗ അഖ്സമ അലല്ലാഹി ലഅബറ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് മഹാനായ മാലിക് ബിൻ ദീനാർ. ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അന്നോ, അദ്ദേഹം ദഖല അലാ ജാരിൻ ലഹു, അദ്ദേഹത്തിന്റെ ഒരു അയൽക്കാരനടുക്കൽ പ്രവേശിച്ചു. ഉഖ്തുലിറ, അയാൾക്ക് മരണമാസന്നമായി. ഫഖാല ലഹു, അപ്പൊ അയാള് മാലിക് ബിൻ ദീനാറിനോട് പറഞ്ഞു, യാ മാലികെ ജബലാനി മിന്നാരിൻ, തീയിനാരുടെ രണ്ട് മല ബൈന യദയ്യ, എന്റെ മുമ്പിലുണ്ട്. ഉകല്ലിഫു സുഊദ അലൈഹിമ, ആ രണ്ട് മലയുടെ മേൽ കയറാൻ എന്നെ നിർബന്ധിക്കപ്പെടുന്നു. ഉകല്ലഫു, എന്നെ നിർബന്ധിക്കപ്പെടുന്നു. അസ്സുഊദ, കയറാൻ, അലൈഹിമ, രണ്ട് മലയുടെ, തീയുടെ മലയിൽ. ഖാല, മാലിക് ബിൻ ദീനാർ പറയാണ്, ഫസഅൽതു അഹ്ലഹു, അയാളുടെ കുടുംബക്കാരോട് ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന്. ഫഖാല, അവര് പറഞ്ഞു, കാനലഹു, ഇയാൾക്കുണ്ടായിരുന്നു, മിക്കിയാലാനി, രണ്ട് അളവ് പാത്രം ഉണ്ടായിരുന്നു. യക്കീലു, അയാള് അളന്നു കൊടുക്കും, ബിഅഹദിഹിമ, രണ്ടിൽപ്പെട്ട ഒന്നുകൊണ്ട്. വയക്താൽ, അദ്ദേഹം വാങ്ങുമ്പോൾ അളന്നു വാങ്ങും, ബിൽ ആഖരി, മറ്റത് കൊണ്ട്. അളന്നു കൊടുക്കുന്നത് ചെറിയ അളവ് പാത്രമായിരിക്കും, അല്പ കളിപ്പീരാണ്. അളന്നെടുക്കുന്നത് കൂടുതൽ ഒതുക്കുന്ന അളവ് പാത്രമായിരിക്കും. അപ്പോ സംഭവം അതാണ്. അങ്ങനെ ഫദഅഉതു ബിഹിമ, ആ രണ്ട് പാത്രം ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫളറബതു അഹദഹുമാ ബിൽ ആഖരി, ഒന്നിനെ മറ്റതിൽ ഞാൻ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഹത്താ കസ്സർതുഹുമ, രണ്ട് പാത്രം ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ തീയുടെ മല. സുമ്മ സഅൽതു റജുല, എന്നിട്ട് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു. ഫഖാല, അയാൾ പറഞ്ഞു, മാ യസ്ദാദുൽ അംറു അലയ്യ, എന്റെ മേൽ ആ കാര്യം വർദ്ധിപ്പിക്കുന്നില്ല. ഇല്ലാ ഇളമ, ഭയാനകതയല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. അയാൾ ആ രൂപത്തിൽ മരിച്ചുപോയി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് ഈ പറഞ്ഞത്. വാമൽ ഖബറ, ഖബർ, വൽ ഹാലു ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള അവസ്ഥയും. ഫഅദ്കുറു ഫീഹി, അത് വിഷയത്തിൽ ഞാൻ പറയാം. ഹാല റജുലൈനി, രണ്ടാൾക്കാരുടെ സംഭവം, അവസ്ഥ. അഹദുമാ, രണ്ടിൽപ്പെട്ട ഒന്ന്. മാ ദുക്കിറ അൻ ബഅദി സ്വാലിഹീന, സ്വാലിഹീങ്ങളിൽപ്പെട്ട ചിലരെ തൊട്ട് പറയപ്പെട്ട ഒന്നാണ്. ഏതോ ഒരു സാലിഹിനെ തൊട്ടെന്ന് അർത്ഥം. ബഅദിനെ ജംബിലേക്ക് ഇലാമത്ത് ചെയ്യുമ്പോൾ ഏതോ ഒരു സാഹിബ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതോ ഒരു സ്വാലിഹ്. ഖാല, അദ്ദേഹം പറയാണ്, റഅയ്തു, ഞാൻ കണ്ടു, സുഫിയാന സൗരിയ റഹിമഹുല്ല, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ കണ്ടു. ഫിന്നൗമി, ഉറക്കിൽ, സ്വപ്നത്തില്, ബഅദ മമാതിഹി, അദ്ദേഹം മരിച്ചതിന് ശേഷം. ഫഖുൽതു, ഞാൻ ചോദിച്ചു, കൈഫ ഹാലുക, താങ്കളുടെ അവസ്ഥ എന്താണ്? യാ അബാ അബ്ദില്ല, അബു അബ്ദില്ല, താങ്കളുടെ അവസ്ഥ എന്താണ്? കുഞ്ഞത്തലമാണ് അബു അബ്ദില്ല എന്നുള്ളത്. ഫഅറള അന്നി, അദ്ദേഹം എന്നെ തൊട്ട് പിന്തിരിഞ്ഞു, ഇഷ്ടപ്പെടാത്തതുപോലെ. വക്കാല, അദ്ദേഹം പറഞ്ഞു, ലൈസ ഹാദാ, ഇതല്ല, സമാനൽ കുന, കുഞ്ഞത്തുകൾ പറയുന്ന കാലമല്ല, ആ സമയം കഴിഞ്ഞു, അത് ദുന്യാവിലാണ്. ഫഖുൽതപ്പ, ഞാൻ ചോദിച്ചു, കൈഫ ഹാലുകി യാ സുഫിയാൻ, സുഫിയാനെ, താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
ഫഅൻഷ അദ്ദേഹം ആരംഭിച്ചു, യഖൂൽ അദ്ദേഹം പറയാൻ ആരംഭിച്ചു, നളർത്തു ഇലാ റബ്ബി അയാനൻ ഫഖാല ലി ഹനിഅൻ ബിളാഇ അൻക യബ്ന സഈദി ലഖദ് കുന്ത ഖവ്വാമൻ ഇദൽ ലൈലു ഖദ്ദജാ ബിഅബ്റാത്തി മുസ്താഖിൻ വഖൽബിൻ അമീദി ഫദൂനക ഫഖ്തർ അയ്യ ഖസ്രിൻ തുരീദുഹു വസുർനി ഫഇന്നി അൻക ഗൈറു ബഈദി. നളർത്തു ഞാൻ നോക്കി, ഇലാ റബ്ബി എൻ്റെ രക്ഷിതാവിലേക്ക് ഞാൻ നോക്കി, അയ്യാനൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കി. ഫഖാലിൻ നളറ അയ്യാനിൻ നർത്തം കണ്ണുകൊണ്ടുള്ള നോട്ടം നോക്കി. അയ്യാൻ എന്നുള്ള മഫ്ഊൽ മുത്തലഖാണ്, നളറ അയ്യാനിൻ. ഫഖാലലി അപ്പൊ അള്ളാഹു എന്നോട് പറഞ്ഞു, ഹനി അൻ നിനക്ക് മംഗളം, ഉഹന്നി ഉഹനി എന്നാണ്. റിളായി എൻ്റെ തൃപ്തി, അൻക നിന്നെ തൊട്ടുണ്ടാകട്ടെ, യബ്ന സഈദി വിജയുടെ മോനെ, ലഖദ് കുന്ത നീ ആയിരുന്നു, ഖവ്വാമൻ ധാരാളമായി നിന്ന് നിസ്കരിക്കുന്ന ആളായിരുന്നു, ഇദല്ലൈലു ഖദ്ദജ രാത്രി ഇരുളടയുന്ന അവസരത്തിൽ, രാത്രി ഇരുൾ മുട്ടുന്ന അവസരത്തിൽ നീ നിന്ന് നിസ്കരിക്കുന്ന ആളായിരുന്നു. ബിഅബ്റാത്തി മുസ്താഖിൻ മുസ്താഖിന്റെ കണ്ണുനീരോടുകൂടെ, മുസ്താഖ് ഷൗക്കുള്ളയാള്, അള്ളാഹുവിനെ വല്ലാതെ പ്രേമിക്കുന്നയാൾ, ആ പ്രേമത്തിന്റെ കണ്ണുനീരോടുകൂടെ, കൽബിൻ അമീദി സ്നേഹിക്കുന്ന കൽബോടുകൂടെയും, സ്നേഹം മുറ്റുന്ന കൽബോടുകൂടെയും, പിന്നെ നീ എനിക്ക് വേണ്ടി രാത്രിയിൽ നിന്ന് നിസ്കരിക്കുമായിരുന്നു. അതാ അദ്ദേഹത്തിന്റെ പ്രത്യേകത, സത്യസന്ധമായ സ്നേഹം അള്ളാഹുവിനോട്. അതുകൊണ്ട് ഫദൂനക നീ പിടിക്ക്, നീ നിർബന്ധമാക്ക്, നീ ഇങ്ങോട്ട് അടുത്തുവാ എന്നും അർത്ഥം പറയാം. ദൂനക അത് ഇസ്മു ഫീലാണ്. ഫദൂനക നീ ഇങ്ങോട്ട് അടുത്തുവാ, അങ്ങനെയും അർത്ഥം പറയാം. ഫദൂനക നീ എന്നിലേക്ക് അടുക്ക്, ഫഖ്തർ നീ തെരഞ്ഞെടുക്ക്, അയ്യ കസിരിൻ ഏത് മാളികയാണോ തുരീദു നീ അതിനെ ഉദ്ദേശിക്കുന്നത്, ആ മാളിക സ്വർഗത്തിൽ നീ തെരഞ്ഞെടുക്ക്. വസുർനി നീ എന്നെ സന്ദർശിക്ക്, ഫൈനി നിശ്ചയമായി ഞാൻ അൻക നിന്നെ തൊട്ട് ഗൈറു ബഈദി വിദൂരത്തിലല്ല, ഞാൻ അടുത്തവനാണ് നിന്നോട് എന്ന് യജമാനനായ അള്ളാഹു മഹാനായ സുഫിയാൻ സൗരിയോട് പറഞ്ഞ കാര്യം സ്വപ്നത്തിൽ കണ്ടതാണ്. വറജുലു സാനി രണ്ടാമത്തെ ആള് മാ ദുക്കിറ പറയപ്പെട്ട ഒന്നാണ്, അന്ന ബഅളഹും മഹാന്മാരിൽപ്പെട്ട ചിലര് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മഹാൻ റുഇയ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കാണപ്പെട്ടു, ഫിന്നോമി ഉറക്കത്തിൽ, ഷാഹിബൽ ലൗനി നിറം വ്യത്യാസം വന്ന നിലയിൽ കാണപ്പെട്ടു, മഗ്ലൂലത്തൻ യദാഹു രണ്ട് കൈയും കെട്ടപ്പെട്ട നിലയിൽ, ഇലാ ഉനുക്കിഹി അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് കെട്ടപ്പെട്ട നിലയിൽ, ബഅളന്നാസ് അന്ന ബഅളഹു എന്നുള്ളിടത്ത് അന്ന ബഅള സാലിഹീൻ എന്ന് വെക്കേണ്ട, അന്ന ബഅളന്നാസ് ജനങ്ങളിൽപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ എന്നർത്ഥം. രണ്ട് കൈയും കഴുത്തിലേക്ക് കെട്ടപ്പെട്ട നിലയിൽ, നിറം മാറിയ നിലയിൽ കാണപ്പെട്ടു. ഫഖീല ലഹു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, മാ ഫഅലല്ലാഹു ബിക നിന്നോട് അള്ളാഹ് എന്താണ് ചെയ്തത്? അപ്പൊ ഫഅൻഷദ അദ്ദേഹം പാടി, യഖൂലു തവല്ലാ സമാനുൻ ലഅബ്നാ ബിഹി വഹാദാ സമാനുൻ ബിനാ യൽഅബു. തവല്ലാ സമാനുൻ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. എങ്ങനത്തെ കാലഘട്ടം? ലഅബ്നാ ബിഹി ആ കാലഘട്ടത്തിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നു ഇബാദത്ത് ചെയ്യാതെ. വഹാദാ ഇത് സമാൻ ഒരു കാലഘട്ടമാണ്, യൽഅബു ബിനാ ആ കാലഘട്ടം, ബിനാ യൽഅബു നമ്മളോട് കളിക്കുന്നു. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വഹാല റജുലൈനി ആഖറൈനി വേറെ രണ്ടാൾക്കാരുടെ അവസ്ഥയും ഞാൻ പറയാം. അഹദുഹുമ അതിൽപ്പെട്ട ഒന്ന്, മാ റുവിയ അൻ ബഅദി സ്വാലിഹീന ഏതോ ഒരു സാലിഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അന്നഹുകാൽ അദ്ദേഹം പറയുന്നു, ആ സാലിഹ് പറയുന്നു. ആരാണ് സാലിഹ് എന്നിവിടെ പറഞ്ഞില്ല, ഏതോ ഒരു സാലിഹ്. അദ്ദേഹം പറയുകയാണ്, കാന ലിബ്നുൻ എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, ഉസ്തുഷ്ഹിദ ആ മകൻ ഷഹീദാക്കപ്പെട്ടു, യുദ്ധത്തിൽ ആ മകൻ ഷഹീദാക്കപ്പെട്ടു. വലം മറഹു എനിക്ക് വല്ലാത്ത കൊതി അവനെ ഒന്ന് കാണണമെന്ന്. വലം മറഹു ഞാൻ അവനെ കണ്ടില്ല, ഫിൽ മനാമി സ്വപ്നത്തിൽ ഞാൻ കണ്ടില്ല, ഇലാ ലൈലത്തിൻ ഒരു രാത്രി വരെ. എങ്ങനത്തെ രാത്രിയാണ്? തുവഫിയ ഫിഹ ആ രാത്രിയിൽ വഫാത്തായി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനായ ഇസ്ലാമിലെ ആദ്യത്തെ മുജദ്ദിദായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ആ രാത്രി വരെയും എനിക്ക് എൻ്റെ മോനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു വർഷത്തോളം ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഒരു വർഷത്തോളം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഇത് അന്നേരത്ത് റഅയ്തുഹു ഞാൻ അവനെ കണ്ടു, തിൽക്കൽ ലൈലത്ത ആ രാത്രിയിൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ് വഫാത്തായ രാത്രിയിൽ ഞാൻ കണ്ടു. ഫഖുൽതു ഞാൻ ചോദിച്ചു, യാ ബുനയ്യ കുഞ്ഞു മോനെ, അലം തക്കുൻ മയ്യിത്ത നീ മയ്യിത്തായിരുന്നില്ലേ?
മരിച്ച ആളല്ലേ പിന്നെ എങ്ങനെ വന്നത്? ഫഖാല അദ്ദേഹം പറഞ്ഞു ലാ ബാപ്പ ഞാൻ മരിച്ചിട്ടില്ല, വലാകിന്നി ഇസ്തുശ്ഹിതു ഞാൻ ഷഹീദായതാണ്. ഷഹീദിനെ പറ്റി മരിച്ചെന്ന് പറയാൻ പാടില്ല. വലാ തഖൂലു ലിമൻ യുഖ്തലു അംബാർ ഫീ സബീലില്ലാഹി അംബാർ, അള്ളാഹുവിന്റെ വഴിയിൽ ഷഹീദായ ആളെ മരിച്ചവരെന്ന് പറയരുത്. വലാകിന്നി ഇസ്തുശ്ഹിതു ഞാൻ ഷഹീദായതാണ്. വാന ഹയ്യുൻ ഇൻദല്ലാഹ് യജമാനന്റെ അടുക്കൽ ഞാൻ ജീവിച്ചിരിക്കുകയാണ്. ഉർസഖു എനിക്ക് റിസ്ക് നൽകപ്പെടുന്നു. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംബാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഫഖുൽതു ഞാൻ ചോദിച്ചു മാ ജാഅ ബിക നിന്നെ കൊണ്ടുവന്ന വസ്തു എന്താണ്, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഖാല അപ്പൊ ആ മഹാനായ കുട്ടി പറഞ്ഞു നൂദിയ വിളംബരം ചെയ്യപ്പെട്ടു, വിളിച്ചു പറയപ്പെട്ടു, അനൗൺസ്മെന്റ് ചെയ്യപ്പെട്ടു ഈ അഹ്ലിസ്സമായി ആകാശവാസികളിൽ റൂഹുകളുടെ അടുക്കൽ അനൗൺസ് ചെയ്യപ്പെട്ടു. അല അറിയുക ലാ യബ്ഖാ നബിയ്യുൻ ഒരു നബി പോലും ശേഷിക്കരുത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുന്ന ആദം അലൈഹിസ്സലാം മുതൽക്കുള്ള ഒരു നബി പോലും ശേഷിക്കരുത്. വലാ സിദ്ദീഖുൻ സിദ്ദീഖുൽ അക്ബറിനെ പോലുള്ള ഒരു സിദ്ദീഖും ശേഷിക്കരുത്. വലാ ഷഹീദുൻ ഒരു ഷഹീദും ശേഷിക്കരുത്. ഇല്ലാ വഹദറ സ്വലാത്ത നമസ്കാരത്തിന് മയ്യിത്ത് നിസ്കാരത്തിന് ഹാജരായിട്ടല്ലാതെ അലാ ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ നിസ്കാരത്തിൽ ഹാജരായിട്ടല്ലാതെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ജനാസ നിസ്കാരത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന നബിമാരെയും സിദ്ദീഖുകളെയും ശുഹദാഇനെയും അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചു ഈ ഭൂമിയിലേക്ക്. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്? ഫജിഇതു ഞാൻ അങ്ങനെ വന്നതാണ് ലിഅശ്ഹദ സ്വലാത്ത അലൈഹി അദ്ദേഹത്തിന്റെ മേൽ നമസ്കരിക്കത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. സുമ്മ പിന്നീട് ജിഇതുക്കും നിങ്ങളുടെ അടുക്കലേക്ക് നമ്മൾ വന്നു, ലി ഉസല്ലിമ അലൈക്ക് നിങ്ങളോട് സലാം പറയാൻ വേണ്ടി വന്നതാണ്. എന്തൊരു സംഭവമാണിത്! അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ആ മഹാന്റെ ബർക്കത്ത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് ജനാസ നിസ്കരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന ആരിഫുകളെ അള്ളാഹു തആല ഇങ്ങോട്ട് വിട്ടു എന്നർത്ഥം. വല്ലാഹിർ മറ്റേ സംഭവം മാ റുവിയ അൻ ഹിശാം ബിൻ ഹസ്സാന ഹിശാം ബിൻ ഹസ്സാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അന്നഹുക്കാൽ അദ്ദേഹം പറയുന്നു മാതലി എനിക്ക് മരണപ്പെട്ടു ഇബ്നുൻ ഹദസുൻ ചെറിയ പ്രായമുള്ള ഒരു മോൻ എനിക്ക് മരണപ്പെട്ടു. ഫറഅയ്തുഹു ഞാൻ അവനെ കണ്ടു ഫിന്നോം ഉറക്കത്തിൽ. അപ്പൊ കാണാം ഫൈദൻ ഹുവ അശ്യബു നരച്ചിരിക്കുന്നവൻ. അവൻ നരച്ചവനായിരുന്നില്ല, ചെറിയ പ്രായത്തിൽ മരിച്ചതാണ്. ഫഖുൽതു ഞാൻ ചോദിച്ചു യാ ബനിയ കുഞ്ഞുമോനെ മാഹാദ ഷൈബു ഈ നര എവിടുന്ന് വന്നതാണ്? ഖാല അവൻ പറഞ്ഞു ലമ്മ ഖദിമ അലൈന ഫുലാനുൻ ഞങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോ സഫിറത്ത് ജഹന്നമു ജഹന്നം തിളച്ചു മറഞ്ഞു. നമ്മളെ അത് അട്ടഹസിച്ചു ലി ഖുദൂമി അവന്റെ വരവിന്റെ പേരിൽ. സഫറത്തിന് ഒരു അട്ടഹാസം. ലം യബ്ഖ മിന്നാ അഹദുൻ ഞങ്ങളിൽ നിന്നും ഒരാളും ശേഷിച്ചില്ല ഇല്ലാ ശാബ അയാൾ നരച്ചിട്ടല്ലാതെ. അപ്പൊ ഇയാൾ നരകത്തിലാണെന്നർത്ഥം. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. നഊദു ബില്ലാഹിർ റഹീം മിനൽ അദാബിൽ അലീം. അള്ളാഹു നമ്മളെ അവന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്നും കാത്തിരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇനി നാളെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.